നമസ്കാരം. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ എന്താണെന്ന് നോക്കാം. പോസിറ്റീവ് എത്തിക്കണേ. നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ചാരിയറ്റാണ്. അപ്പോൾ നിങ്ങളിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഒരു സ്റ്റക്നെസ്സിലേക്ക് പോയിട്ടുണ്ടാവും. അവിടെ ഒരു മൂവ്മെൻറ്റിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വരണം എന്നാഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫസ്റ്റ് കാർഡ് ചാരിയറ്റാണ്. ഓക്കെ, ഒരു മൂവ്മെൻറ്റിൻ്റെ കാർഡാണ്. സെക്കൻഡ് വൺ ലവേഴ്സിൻ്റെ കാർഡാണ്. ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു റീയൂണിയൻ വേണം. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളായിരിക്കാം, പാസ്റ്റ് ലൈഫ് ലവേഴ്സ് ആയിരിക്കാം. അതുകൊണ്ടാണ് സോൾമേറ്റ് കാർഡായിട്ട് വരുന്നത്. ഇവിടെ ലവ് ആൻഡ് സെക്ഷുവാലിറ്റിയുടെ കാർഡാണ് ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ഫിസിക്കലി ശാരീരികമായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇയാൾക്ക് ഈ നിമിഷം തോന്നുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ലവേഴ്സ് കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതിൽ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അയാൾക്ക് വളരെ കലുഷിതമായ ചിന്തകൾ വരുന്നില്ല, വളരെ നിർമ്മലമായ ഓർമ്മകളും വരുന്നില്ല. ഒരുതരം സട്ടിലായിട്ടുള്ള ഓർമ്മകൾ, വളരെ നോർമലിൽ വൈകാരിക വിക്ഷോഭമൊന്നും ഇല്ലാതെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് അയാൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. നെക്സ്റ്റ് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അയാൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ്. ഇത് ലോങ് ടേമിലേക്ക് പറഞ്ഞല്ലോ, പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള റിലേഷൻഷിപ്പാണ്, സോൾമേറ്റ് ആണ്. അപ്പോൾ ഇതൊരു ജന്മത്തിലേക്കുള്ളൊരു കാത്തിരിപ്പായിട്ട് കാണുന്നില്ല. ഇതൊരു ലോങ് ടേം വെയിറ്റിംഗ് ആണ്. ലോങ് ടേം വെയിറ്റിംഗ് മാത്രമല്ല, ഇതൊരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. സ്പിരിച്വലി കൂടി നിങ്ങളൊരു റീയൂണിയനിലേക്ക് വരേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് അയാൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. കിങ് ഓഫ് വാൺസ് എന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളുടെ കാർമികമായിട്ടുള്ള പാർട്ട്ണറായിരിക്കാം. അതുപോലെ തന്നെ അയാൾക്ക് അയാളുടെ മറ്റേതെങ്കിലും ഒരു പാഷനെ ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ അയാളുടെ പാഷനുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളിപ്പോൾ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. 7 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്കിടയിൽ ഒരു ചതി നടന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ചതിയുടെ ഫലമായിട്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻ്റെ പോയിട്ടുള്ളത്. ഓക്കെ, ലാസ്റ്റ് കാർഡ് വന്നിട്ട് 3 ഓഫ് വാൺസ് ആണ്. ഇയാൾക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുള്ളതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഇയാൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സ്റ്റക്നെസ്സിലാണ് ഇത്രയും നാൾ നിന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. മുന്നോട്ട് വരാനുള്ള പ്രിപ്പറേഷൻസും പ്ലാനിങ്സും നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകാമെന്നതിനെക്കുറിച്ച് ആശയങ്ങൾ രൂപീകരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് ആയിട്ട് കാണുന്നത്. ഇത് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.